ഞാൻ ഇന്ന് എല്ലാവർക്കും ഈസി ആൻഡ് ഹെൽത്തി ഒരു കറി പറഞ്ഞുതരാം. നമുക്ക് ആകെ വേണ്ടത് നെല്ലിക്കയും പിന്നെ ഒരു പിടി തേങ്ങയാണ്. ഞാനിവിടെ 6 നെല്ലിക്കയാണ് എടുത്തത്. നെല്ലിക്ക നമ്മളിങ്ങനെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിടുക. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഈ ഒരു നെല്ലിക്ക വേകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നെല്ലിക്ക തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിരകിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ആ ഒരു നെല്ലിക്കയുടെ വെള്ളമില്ലേ, അത് തന്നെ ഈ നെല്ലിക്ക അരച്ചെടുക്കാനും യൂസ് ചെയ്യുക. ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കണ്ടു, ഞാൻ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേവിക്കാൻ വെച്ച് ബാക്കി വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പും ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വേണമെങ്കിൽ മുളക് വേണമെങ്കിൽ എരിവാണെങ്കിൽ എരിവിന് മുളക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കറി. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയായിരുന്നു. നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് അത്യാവശ്യം നല്ല കാൽസ്യമൊക്കെ ഈ നെല്ലിക്ക ആയതുകൊണ്ട് നല്ല കാൽസ്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയുള്ള കറിയാണ്. ഇത് മാത്രം മതി നമുക്കൊരു ചോറ് കൂട്ടി കഴിക്കാൻ. കാരണം ഈ നെല്ലിക്കയുടെ പുളിയും പിന്നെ നമ്മൾ ഇട്ട മുളകിൻ്റെ ആ എരിവെല്ലാം ആകുമ്പോൾ നല്ലൊരു രസമായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തു.